ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ വിച്ചു. ഞാനും മോളും അനിയത്തിമാരൊക്കെ കൂടെ ഗാനമേള കാണാനായിട്ട് പോവാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് നടക്കാനായിട്ടുണ്ട്. ഒരു ഓട്ടോ പോലും വിളിച്ചപ്പോൾ കിട്ടിയില്ല, നടന്നിട്ടാണ് വന്നത്. അങ്ങനെ ഗാനമേള ഞങ്ങൾ വന്നപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല തകർപ്പൻ പെർഫോമൻസുകളായിരുന്നു ചുവടുവെച്ചിട്ടുണ്ടായിരുന്നു. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഒത്തിരി നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. പോയതും ഏറെക്കുറെ എല്ലാ സീറ്റും ഫില്ലായിരുന്നു. കുറേ പേര് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാണാൻ തന്നെ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു പോയത്. എങ്കിലും കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. കുറേ നേരമൊക്കെ നിന്നപ്പോൾ കാലങ്ങ് വേദനയൊക്കെ തുടങ്ങിയിട്ട് എൻ്റെ മോള് പാട്ട് കേട്ടാൽ തന്നെ തുള്ളാൻ തുടങ്ങിയപ്പോൾ അവരുടെ സന്തോഷമല്ല നമ്മുടെയും സന്തോഷം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നെപ്പോലെ തന്നെ എൻ്റെ ഒരു വൈബ് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് എല്ലായിടത്തേക്കും അവളെ കൂട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. എങ്കിലും ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ആ ഒരു പാട്ട് കഴിഞ്ഞതും പിന്നെ ഡാൻസിലേക്കാണ് കടന്നത്. നല്ല നല്ല പാട്ടും ഡാൻസൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് കൂടുതൽ നേരമൊന്നും നിൽക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം മോളൊക്കെ ഉണ്ട്, അവൾക്ക് ഉറക്കം വരും. പിന്നെ ഞങ്ങൾക്ക് തന്നെ നിൽക്കലും കാല് കടച്ചിലൊക്കെ ആയപ്പോൾ പിന്നെ പോവാമെന്നായി. അപ്പോഴത്തേക്ക് എനിക്ക് മുത്തശ്ശി എഴുന്നേറ്റ് പോകുമ്പോൾ സീറ്റ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സീറ്റിൽ ഇരുന്നപ്പോൾ പിന്നെ എനിക്ക് ഒത്തിരി ആശ്വാസം തോന്നിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഞങ്ങൾ കുറേ നേരം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പാട്ട് കേൾക്കാം. ഈ ഒരു പെർഫോമൻസ് നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. കാരണം ഇവർ കുറേ വർഷത്തെ കഠിന പ്രയത്നം കൊണ്ടാണ് അവർ ഇങ്ങനത്തെയൊക്കെ ഉള്ള സ്റ്റേജ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നല്ല അത്യുഗ്രൻ പെർഫോമൻസ് തന്നെയായിരുന്നു ഇത്. എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടോ. അവർ ഒരുപാട് പ്രാക്ടീസിൻ്റെ ഫലമാണ് അവരിങ്ങനെ ഓരോ സ്റ്റേജിലും വന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇനിയും നല്ല നല്ല പെർഫോമൻസ് അവർക്ക് ചുവടുവയ്ക്കാൻ കഴിയട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ ആയിട്ട്. ഒരു 7:45 അവിടെ എത്തിയത്. 9:15 തിരിച്ചു വിട്ടു. അപ്പോൾ ആനപ്പന്തലൊക്കെ കണ്ടു. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അനിയത്തിമാർക്ക് വേണ്ട പറഞ്ഞു. അപ്പോൾ എനിക്ക് ഐസ്ക്രീം കഴിക്കാനൊരു കൊതി. അപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ മെല്ലെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടന്നു. അങ്ങനെ ഓട്ടോയിലാണ് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. പോകുമ്പോൾ നടന്നതുകൊണ്ടും പിന്നെ കുറേ നേരമൊക്കെ നിന്ന് ഡാൻസും പാട്ടൊക്കെ കണ്ടതുകൊണ്ടും പിന്നെ തിരിച്ച് നടക്കാനായിട്ട് വയ്യ. തിരിച്ച് ഓട്ടോയിൽ കയറി വീടെത്താറായപ്പോഴത്തേക്ക് എന്നെ വിശപ്പ് മാടി വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലേക്കൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നേരെ തോൽക്കുമാട്ടി കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. സംഭവം അവിടെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഗൈസ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.